നല്ലൊരു പടമായിരുന്നു. പിന്നെ സുരാജൊക്കെ എൻ്റെ മോനെ കുറേ നാളെ ഇങ്ങനത്തെ സുരാജിനെ കണ്ടിട്ട്. ഒരു സീരിയസ് മോഡോ അങ്ങനെയൊന്നുമില്ല, മൊത്തം ചിരിക്കുക, ചിരി 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 തന്നെ പടം. ടോട്ടലി നന്നായിട്ടുണ്ട്. 2.5 hour പോയത് അറിഞ്ഞതേ ഇല്ല. ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. ടൈം പോയത് അറിഞ്ഞില്ല. ഫാന്റസി എലമെന്റ് ഒക്കെ വർക്കൗട്ട് ആയി. ഇഷ്ടപ്പെട്ടു. മലയാള സിനിമയിൽ എണ്ണത്തോണി ഉപയോഗിച്ചാണ് പരകായ പ്രവേശനം നടത്തിയിട്ടുള്ളത്. ഇത് പടമാണ്. പടക്കളം ഒരു രക്ഷയില്ല. എല്ലാവരും കണ്ട് ചിരിക്കാൻ പറ്റിയ അടിപൊളി പടമാണ്. കോമഡി പടമാണ്. പിന്നെ ആക്ടിങ് വൈസും എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ബ്രോ എങ്ങനെയുണ്ടായി? നല്ല പടമാണ് തീർച്ചയായും. മൊത്തത്തിൽ സ്റ്റോറി ഒക്കെ എങ്ങനെയാണ്? മലയാളത്തിൽ അധികം വരാത്തൊരു ടൈപ്പ് ജോണറാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്നുമില്ല, തുടക്കം തൊട്ട് അവസാനം വരെ ഫുൾ എന്റർടൈൻമെന്റ്, ചിരി പടം, ഫുൾ അടിപൊളി. എല്ലാ ഏജിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. എല്ലാ ഏജിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ എല്ലാവരും പോയി കാണണം. പുതിയൊരു ജോണറിൽ ഫാന്റസി മോഡൽ പിടിച്ചിട്ട് കിട്ടില്ല പടമാണ്. ആക്ച്വലി എനിക്ക് ഭയങ്കര തൃപ്തിയാണ്. ആക്ച്വലി എല്ലാവരും സീനിയർ ആയതുകൊണ്ട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യം കൊണ്ടുണ്ട്. അടിപൊളി കോമഡി ഒക്കെ വർക്കൗട്ട് ആയി. കോമഡിയാണോ? കോമഡിയാണ്. നമ്മളിതുവരെ കാണാത്തൊരു ജോണറിൽ ചെയ്തേക്കുക. അടിപൊളി കോമഡിയാണ്, ഫാന്റസിയാണ്, ഫാന്റസി കോമഡി അങ്ങനെയുള്ള ഒരു ജാനറാണ്. ഫാന്റസി എലമെന്റ്സ് എല്ലാം വർക്കൗട്ട് എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ത്രോഡ് ഫുൾ തുടക്കം മുതൽ അവസാനം വരെ ചിരി എന്നൊക്കെ കേട്ടുള്ളതാണോ? നല്ലതാണ്, നല്ല പടം. കഥ ഒരു വെറൈറ്റി കഥയാണ്. അത് ആളുകൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന അറിയത്തില്ല. എല്ലാവർക്കും ഒന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, സുരാജൊക്കെ ഉണ്ടാകേണ്ട ഒരു കോമഡിയാണോ പ്രതീക്ഷിച്ചത്? കോമഡിയുണ്ട്, കുറച്ച് കോമഡിയുണ്ട്. ഒരു വെറൈറ്റി കഥയാണ്. സിനിമ വ്യക്തിപരമായിട്ട് എനിക്ക് നല്ല രീതിയിൽ കണക്ട് ആയി. ഇതൊരു എന്താ പറയുക, നമുക്ക് ഒരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എലമെന്റ് ഒക്കെ വരുന്ന ഒരു സിനിമയാണ്. വളരെ കോമഡിയാണ്. നല്ല കോമഡിയാണ്, നല്ല ഡയറക്ഷൻ ആയിരുന്നു, ക്യാമറ വർക്കൊക്കെ നല്ലായിരുന്നു. പ്രത്യേകിച്ച് ആ മെയിൻ ക്യാരക്ടറിന്റെ ചേഞ്ച് പോലെ സാധനമുണ്ട്, നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിരുന്നു. ഡിഫറെന്റ് സ്റ്റോറി, അത് തന്നെ ഒരു വലിയൊരു എന്റർടൈനിങ് ഫാക്ടറാണ്. ഇതുവരെ മലയാളത്തിൽ കാണാത്തൊരു സ്റ്റോറിയാണ്. അതെ, ഇതുവരെ കാണാത്തൊരു സ്റ്റോറിയാണ്. നമുക്ക് ത്രില്ലിംഗ് ആയിട്ടിരിക്കും. എൻഡ് വരെ നമുക്ക് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകും.